സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കുന്ന എല്ലാ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ നിങ്ങളുമായിട്ട് ചേർന്ന് കർത്താവിൻ്റെ വചനം ഒരു പ്രാവശ്യം കൂടെ പറയുവാനുള്ള അവസരം കർത്താവ് ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരമായിട്ടുള്ള ഈ ബഹുമാന്യ സഭയ്ക്ക്, പ്രത്യേകിച്ച് പ്രിയ സോണി പാസ്റ്റർ, ആ സഭയിലുള്ള മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ഈ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ബഹുമാനരായിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ന് വിശേഷിച്ച് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് 4-5 ദിവസമായിട്ട് കർത്താദാസൻ്റെ പ്രസംഗമായിട്ട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ കൃപയ്ക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാവരെയും ദൈവം ഐശ്വര്യമായിട്ട് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ശാന്തമായിട്ടൊരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായിട്ട് ഇന്ന് രാത്രി പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ പ്രസംഗം ഞാൻ ആദ്യമായിട്ടല്ല പ്രസംഗിക്കുന്നത്. ഇതിന് മുമ്പ് ദൈവത്തിന് ആത്മഹേമിച്ചിട്ടുള്ള 1-2 സ്ഥലങ്ങളിൽ ഈ ചിന്തകൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ വളരെ ശാന്തമായിട്ട് എല്ലാവർക്കും ഒരു ആശ്വാസം ഉളവാകുന്ന ഒരു കൊച്ചു മെസ്സേജ് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്കതിന് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെയുള്ള 3 വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ബൈബിളിനകത്തുള്ള വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ. അവൻ യഹൂദിയ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഒരു ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ആ ഉറവയ്ക്കരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഈ 3 വാക്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരായിട്ടുള്ള ദൈവമക്കളോട് ഒരു കൊച്ചു മെസ്സേജ് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയെ പ്രത്യേകിച്ച് ഞാൻ ഈ പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ഈ പ്രാവശ്യത്തെ യാത്രയുടെ ഒരു സമാപന മെസ്സേജാണ്. ഞാൻ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കാനഡയിൽ വന്നത്. ടൊറൻറ്റോയിൽ ഒരു 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഈ കാൽഗറിയിലെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് നാളെ രാവിലെ 7 മണിക്ക് ഞാൻ മടങ്ങി US-ലേക്ക്. അവിടെ 1-2 മീറ്റിംഗ് കൂടെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് ഈ പ്രാവശ്യത്തെ എൻ്റെ യാത്രയുടെ സമാപന ഒരു മെസ്സേജാണ്. കേൾവിക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കെല്ലാം ആശ്വാസവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ ഈ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ വായിച്ച വാക്യം ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ നോക്കിയാട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് 3-ാമത്തെ വാക്യം. അവൻ യഹൂദിയ ദേശം വിട്ട്, യേശുവിൻ്റെ കാര്യമാണ്, യഹൂദിയ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. ഈ യാത്രയിൽ യേശു ശമരിയിൽ കൂടെ കടന്നു പോവേണ്ടതായിട്ട് വന്നു. അങ്ങനെ പറയാൻ കാരണം മനഃപൂർവ്വം ആരും അതിലെ പോകാറില്ല, പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ യാത്രയിൽ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റിലെ നല്ല ഒരു മനുഷ്യൻ തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ യേശു ആ യാത്രയിൽ എത്തി. അവിടെ നിലത്തിനവിടെ യാക്കോബിൻ്റെ ഒരു ഉറവ ഉണ്ടായിരുന്നു. ആ യാത്രയിൽ യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ആ ഉറവയ്ക്കരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഈ ബൈബിൾ വാക്യം വളരെ പൂർണ്ണമായിട്ടുള്ള ഒരു വാക്യമാണ്. ഇങ്ങോട്ട് നോക്കൂ, വളരെ പൂർണ്ണമായിട്ടുള്ള വാക്യമാണ്. യേശു എവിടുന്ന് പോകുന്നു എന്നുള്ളതുണ്ട്, യേശു എങ്ങോട്ട് പോകുന്നു എന്നുള്ളതുണ്ട്, യേശു ഏത് വഴിയിൽ കൂടെ പോകുന്നു എന്നുള്ളതുണ്ട്. ഈ പോകുന്ന വഴിക്ക് യേശുവിന് ദാഹിച്ചത് എവിടെ വെച്ചാണ് എന്ന് ഉണ്ട്. ദാഹിച്ചപ്പോൾ യേശു ഇരുന്ന സ്ഥലം ഏത് സ്ഥലമാണ് എന്നുണ്ട്. അത് ആര് കൊടുത്ത നിലമാണ് എന്ന് അതിനകത്തുണ്ട്. തീർന്നിട്ടില്ല, അവിടെ ഒരു ഉറവയുണ്ട്, ആ ഉറവയുടെ പേരെന്താണ് എന്ന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അപ്പോൾ ആ ദാഹിച്ച് ആ ഉറവയ്ക്കരികെ ഇരുന്ന സമയം എപ്പോഴാണ് 6 മണി നേരം എന്ന് പറഞ്ഞാൽ അതും അതിനകത്തുണ്ട്. ആ വാക്യം ഒരു പ്രോപ്പർ വാക്യമാണ്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊച്ചു വാക്യമാണ്. ഇനി ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. ഇങ്ങോട്ട് നോക്കൂ. ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് 3 ഭാഗമാണ്. ഏറ്റവും മുകളിൽ ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേര് ഗലീല എന്നാണ്. നടുക്ക് ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേര് ശമരിയ എന്നാണ്. ഏറ്റവും താഴെ ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേരാണ് യഹൂദിയ. ബൈബിളിന്റെ ഏറ്റവും പുറകിൽ ഒരു 3 ഭൂപടമുണ്ട്. അതിനകത്ത് 1-ാമത്തെ ഭൂപടം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സഞ്ചാര പദങ്ങളാണ്. അബ്രഹാം സഞ്ചരിച്ച മേഖലകളാണ് 1-ാമത്തെ ഭൂപടം. 2-ാമത്തെ ഭൂപടം പൗലോസ്ലീഹയുടെ ഒരു മിഷണറി യാത്രയാണ്. ഇനി 3-ാമത് കൊടുത്തിരിക്കുന്ന ഭൂപടം എന്ന് പറയുന്നത് പുതിയ നിയമകാലത്തെ കാണിക്കുന്ന പാലസ്തീൻ നാട് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അതിനകത്ത് ഈ കാര്യം കൊടുത്തിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ കരമുയർത്തി എന്ന് പറഞ്ഞ് സ്തോത്രം. എല്ലാവരും പറഞ്ഞില്ല, ഒന്നുകൂടെ പറഞ്ഞ് ശക്തിയോടെ.
ഇനി ശ്രദ്ധിച്ചാട്ടെ, ഇങ്ങനെ 3 ഭാഗമാണ്. ഏറ്റവും മുകളിൽ ഗലീല, ലിസൺ, നടുക്ക് ശമരിയ, ഏറ്റവും താഴെ യഹൂദിയ. നമ്മുടെ കർത്താവായ യേശുവിന്റെ ജന്മസ്ഥലം യഹൂദിയിലെ ബേത്ലഹേമാണ്. എന്ന് പറഞ്ഞാൽ യേശു ജനിക്കുന്നത് താഴത്തെ സ്ഥലത്താണ്, യഹൂദിയിലെ ബേത്ലഹേം. യേശുവിന്റെ മരണസ്ഥലവും യഹൂദിയിൽ തന്നെയാണ്, യഹൂദിയിലെ യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ യേശുവിന്റെ ജനനം യഹൂദിയിലാണ്, യേശുവിന്റെ മരണവും യഹൂദിയിലാണ്. പക്ഷേ യേശുവിന്റെ വളർച്ചയും യേശുവിന്റെ മിനിസ്ട്രിയും കൂടുതൽ നടന്നത് ഗലീലയിലാണ്. വചനം പറയുന്നു, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടത്തക്കവണ്ണം അവിടെ എവിടെ പാർത്തു? നസ്രത്തിൽ പാർത്തു, ഗലീലയിൽ പാർത്തു. മേലിലാ പാർക്കുന്നത്. ഞാൻ യേശുവിന്റെ മിനിസ്ട്രിയെ പറ്റി പഠിക്കുമ്പോഴും യേശുവിന്റെ മിനിസ്ട്രിയുടെ മേജർ പോർഷനും യേശു സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് ഗലീല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 36ഓളം അത്ഭുതങ്ങൾ 3.5 കൊല്ലം കൊണ്ട് കർത്താവ് മേജർ മിറക്കിൾ ചെയ്തപ്പോൾ 19 അത്ഭുതങ്ങളും കർത്താവ് ചെയ്ത സ്ഥലമെന്ന് പറയുന്നത് ഗലീലയാണ്. ഏറ്റവും കൂടുതൽ സമയം കർത്താവ് സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് ഗലീല. ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് സ്ഥലം. ഒരിക്കൽ നമ്മുടെ കർത്താവ് യേശു യഹൂദിയ ദേശം വിട്ടു. വായിച്ച വാക്യം, യഹൂദിയ ദേശം വിട്ടു പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി, തന്റെ സ്ഥലത്തോട്ട് യാത്രയായി. ഈ യാത്രയിൽ അവൻ ശമരിക്കകത്തൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ശമരിക്കകത്തൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതിന് കാരണം, അങ്ങനെ പറയാൻ കാരണം, ഈ മനഃപൂർവ്വം ആരും അതിനെ എന്ത് ചെയ്യാറില്ല, പോകാറില്ല. മനഃപൂർവ്വം ആരും അതിനെ പോകാറില്ല എന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ 3 സ്ഥലത്ത് പാർക്കുന്ന ആൾക്കാർ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. ഏറ്റവും മുകളിൽ ഗലീല, നടുക്ക് ശമരിയ, ഏറ്റവും താഴെ യഹൂദി. ഇവിടെ പാർക്കുന്ന ആൾക്കാരെ 2 or 3 ടൈപ്പുള്ള ആൾക്കാരാ. എന്ന് പറഞ്ഞാൽ യഹൂദി എന്ന് പറയുന്ന സ്ഥലത്ത് പാർക്കുന്ന ആൾക്കാർ നല്ല യഹൂദന്മാരാ. നല്ല യഹൂദൻ എന്ന് പറഞ്ഞാൽ അപ്പൻ യഹൂദനാണ്, അമ്മ യഹൂദാസ്ത്രീയാണ്, കുഞ്ഞുങ്ങൾ യഹൂദന്മാരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പനും യഹൂദൻ, അമ്മയും യഹൂദാസ്ത്രീ, കുഞ്ഞുങ്ങളും യഹൂദന്മാർ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പനും പെന്തക്കോസ്തേ, അമ്മയും പെന്തക്കോസ്തേ, പിള്ളേരും പെന്തക്കോസ്തേ. സൂപ്പർ പെന്തിക്കോസ്തുകാർ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് യഹൂദിയ. എന്റെ ഭാവനയാണ്. ഇനി ഏറ്റവും മുകളിലെ സ്ഥലമാണ് ഗലീല. അവിടെ പാർക്കുന്ന ആൾക്കാരും അത്ര മോശമൊന്നുമല്ല, അവിടെ പാർക്കുന്നവരും നല്ല യഹൂദന്മാരാണ്. പക്ഷേ ഈ 2 നല്ല യഹൂദന്മാർ താമസിക്കുന്നതിന്റെ നടുക്കത്തെ സ്ഥലമാണ് ശമരിയ. അവിടുത്തെ ചരിത്രം പഠിച്ചാൽ അവിടെ താമസിക്കുന്നവർ അത്ര നല്ല യഹൂദന്മാരൊന്നും അല്ല. അവിടെ പാർക്കുന്നവർ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ താമസിച്ചപ്പോൾ അവിടുന്ന് വന്ന ഒരു കൂട്ടം സമ്മിശ്ര ജാതികളുണ്ട്. എന്ന് പറഞ്ഞാൽ 400 വർഷം യഹൂദന്മാർ മിസ്രൈമിൽ താമസിച്ചപ്പോൾ ഇവിടുത്തെ പയ്യന്മാര് അവിടുത്തെ പിള്ളേരെ കല്യാണം കഴിച്ചും അവിടുത്തെ പയ്യന്മാര് ഇവിടുത്തെ പിള്ളേരെ കല്യാണം കഴിച്ചും ഒരു സമ്മിശ്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അപ്പൻ യഹൂദനാണെങ്കിൽ അമ്മ മിസ്രൈമിലെ ആളാ. മനസ്സിലാകുന്നുണ്ടോ? ഇനി അമ്മ യഹൂദ സ്ത്രീ ആണെങ്കിൽ അപ്പൻ മിസ്രൈമിലെ ആളാ. എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വന്ന് പാർക്കുന്ന സ്ഥലമാണ് ഈ ശമരിയ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ബലഹീനരായിട്ടുള്ള മറ്റു പലരും ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ 2 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് നല്ല യഹൂദന്മാർ ഇവരുമായിട്ട് സമ്പർക്കം പുലർത്താറില്ല. 9ാമത്തെ വാക്യം വായിക്കാമോ? 9ാമത്തെ വാക്യം അവിടെ അത് പറയുന്നുണ്ട്. 9ാമത്തെ വാക്യം, ശമരിയ സ്ത്രീ അവനോട്, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ എന്തോ ഇല്ല, സമ്പർക്കമില്ല. ഇങ്ങോട്ട് നോക്കൂ, ഇവർക്ക് തമ്മിൽ സമ്പർക്കമില്ല. എന്താ സമ്പർക്കമില്ലാത്തത്? സമ്പർക്കമില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ, ഇവരെ ഒരു തരത്തിലും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ 2 ഭാഷ, 2 ഗോത്രം, 2 സംസ്കാരം, 2 ആരാധന, 2 ദൈവങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള 2 ഗ്രൂപ്പിലുള്ളവർ ഒരുമിച്ച് പാർക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവരെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താൻ മേലാത്തതുകൊണ്ട് നല്ല യഹൂദന്മാർക്ക് അവരുമായിട്ട് സമ്പർക്കമില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതാണ് 1ാമത്തെ റീസൺ. ഇനി ഇവരുമായിട്ട് സമ്പർക്കമില്ലാത്തതിന്റെ 2ാമത് മറ്റൊരു റീസൺ ഉണ്ട്. ആ റീസൺ നിങ്ങൾക്ക് അറിയാമെന്ന് എന്റെ വിശ്വാസം. ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ നിന്ന് കനാൻ ദേശം വരെ പോകാൻ അവർക്ക് ആകെ വേണ്ടി വരുന്നത് 11 ദിവസമായിരുന്നു. നമ്മൾ സാധാരണ നടക്കുന്ന പോലെ നടന്നാൽ 11 ദിവസം കൊണ്ട് എത്താൻ പറ്റും. ഇനി ഒരു സ്വല്പം സ്ലോലി നടക്കുവാണെങ്കിൽ 40 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെല്ലാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അവർ എത്തിപ്പെട്ടത് 40 കൊല്ലം കൊണ്ടാണ്. 40 ദിവസം കൊണ്ട് തീരേണ്ട യാത്ര 40 കൊല്ലമായി മാറി എന്ന് ബൈബിൾ പറയുന്നു. അതിന് പല കാരണമുണ്ടെങ്കിലും അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് 40 ദിവസത്തെ യാത്രക്കിടയിൽ ഇസ്രായേൽ മക്കൾ 13 പ്രാവശ്യം പിറുപിറുത്തു. മനസ്സിലാവുന്നുണ്ടോ? 13 പ്രാവശ്യം പിറുപിറുത്തു. എന്തിനു വേണ്ടി? വെള്ളത്തിന് വേണ്ടി പിറുപിറുത്തു, ഇറച്ചിക്ക് വേണ്ടി പിറുപിറുത്തു, മന്നയ്ക്ക് വേണ്ടി പിറുപിറുത്തു, മോശക്കെതിരെ പിറുപിറുത്തു, മോശയുടെ പെങ്ങക്കെതിരെ പിറുപിറുത്തു, മോശയുടെ ഭാര്യക്കെതിരെ പിറുപിറുത്തു, ആഹ്റോനെതിരെ പിറുപിറുത്തു. ചുരുക്കം പറഞ്ഞാൽ പാസ്റ്റർക്കെതിരെ പിറുപിറുത്തു, സെൻട്രൽ പാസ്റ്റർക്കെതിരെ പിറുപിറുത്തു, കൗൺസിലിനെതിരെ പിറുപിറുത്തു. ചുരുക്കം പറഞ്ഞാൽ ഈ 13 പ്രാവശ്യം ഇവര് പിറുപിറുത്തപ്പോൾ ഏറ്റവും
ഏറ്റവും കൂടുതൽ പെറുപെറുത്ത ആൾക്കാരുടെ പേരാണ് സമ്മിശ്ര ജാതി. മനസ്സിലാക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പെറുപെറുത്ത ആൾക്കാരാണ് സമ്മിശ്ര ജാതി. വേണമെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ട് എനിക്ക് ഒരു ദൂത് പറയാൻ പറ്റും. എന്നറിയാമോ? അസാധാരണമായ പെറുപെറുപ്പുകൾ നമ്മുടെ അകത്ത് വരുന്നെങ്കിൽ ഓർത്തോണം, ഒരു ശഹേല മിശ്രയും അകത്ത് കിടപ്പുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തിന് സ്തോത്രം എന്ന് പറഞ്ഞേ. വന്നില്ല. എന്തുമാവട്ടെ, ചുരുക്കം പറഞ്ഞാൽ ഈ 40 ദിവസത്തെ യാത്ര 40 കൊല്ലമായി മാറാൻ കാരണം ഇവരുടെ 13 പ്രാവശ്യത്തെ പിറുപിറുപ്പാണ്. ഇവരൊരു റീസണാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അങ്ങനെ ഇത് നീണ്ടുപോകാൻ കാരണക്കാരായതുകൊണ്ടും ഇവരെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ മേലാത്തത് കൊണ്ടും നല്ല യഹൂദന്മാർക്ക് ഇവരുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ലെന്ന് ഈ ബൈബിളിൽ നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. ഇത് കേൾക്കണേ. യഹൂദിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യന് ഗലീല എന്ന് പറയുന്ന മേളത്തെ സ്ഥലത്തോട്ട് പോകാനായിട്ട് നേരെ യേശു പോയതുപോലെ നടന്നു പോയാൽ ഏതാണ്ട് 3 ദിവസം മതിയെന്നാണ് ചരിത്രം. 3 ദിവസം മതിയെന്നാണ്. ഞാൻ നടന്നു പോയിട്ടില്ല, പറഞ്ഞു കേൾവിയ സ്തോത്രം. 3 ദിവസം മതി. പക്ഷേ ഇവരാരും അങ്ങനെ പോകാറില്ല. ഇവർ ചെയ്യുന്നത് യഹൂദിയിൽ നിന്ന് നേരെ ശമരിയ വരും, അതിന്റെ ബൗണ്ടറി വരും. ബൈബിളിന്റെ ഏറ്റവും പുറകിലെ ആ പൂവടം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന്റെ സൈഡ് യോർദാന്റെ ഒരു റിവർ ഉണ്ട്, തോടുണ്ട്. ഇങ്ങനെ അവിടെ വന്നിട്ട് ഈ യോർദാന്റെ തോടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി മേലോട്ട് ചെല്ലും. അപ്പോൾ 7 ദിവസം പിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? നേരെ പോയാൽ 3 ദിവസം മതി, പക്ഷെ പോകത്തില്ല. അങ്ങനെ പോകാത്തതിന്റെ കാരണം ഇവന്മാര് പാർക്കുന്നിടത്ത് കാലുകുത്തണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവന്മാര് പാർക്കുന്നിടത്ത് കാലുകുത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവര് ചെയ്യുന്നത് 3 ദിവസത്തെ യാത്ര 4 ദിവസം കൂടെ എക്സ്ട്രാ എടുത്ത് കറങ്ങി 7 ദിവസം കൊണ്ടാണ് മേലോട്ട് ചെല്ലുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി മേളിൽ നിന്ന് ഒരാൾ താഴോട്ട് വരണമെങ്കിലും അങ്ങനെ തന്നെ 3 ദിവസം മതി, പക്ഷേ 7 ദിവസം കൊണ്ടേ വരത്തുള്ളൂ. അർത്ഥം തന്നെ 7 അല്ല 70 ദിവസം എടുത്താലും വേണ്ടില്ല, ഇവന്മാര് പാർക്കുന്നിടത്ത് ഞങ്ങൾ ചെല്ലത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതാണ് യഹൂദന്മാരുടെ മനസ്സിനകത്തുള്ള ചിന്തകൾ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാനി വന്നിട്ട് ഏകദേശം 1500ഓളം കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കർത്താവായ യേശു ഈ ശമരിക്കകത്തൂടെ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിനർത്ഥം എന്നറിയാമോ? ഈ 1500 കൊല്ലത്തെ ചരിത്രം പഠിച്ചാൽ ഒരു നല്ല യഹൂദന്റെ കാല് ഈ ശമരിക്കകത്ത് കുത്തിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ 1500 കൊല്ലത്തെ ചരിത്രമാണ് എന്റെ യേശു കർത്താവ് ഒരൊറ്റ ദിവസം കൊണ്ട് പൊട്ടിച്ചത്. മനസ്സിലായ കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? നിനക്കൊരു വിടുതൽ ഉണ്ടായേ പറ്റൂ എന്ന് വന്നാൽ, ഇന്ന് നിനക്കൊരു സൗഖ്യം ഉണ്ടായേ പറ്റൂ എന്ന് വന്നാൽ, നിന്റെ ലൈഫിനകത്തൊരു വിടുതൽ ഇന്ന് കിട്ടിയേ പറ്റൂ എന്ന് വന്നാൽ, ഇന്നലത്തെ കുറവുകളോ ഇന്നലത്തെ ബലഹീനതകളോ നോക്കാതെ പൊടുന്നനവെ ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന കരുത്തുള്ളൊരു തമ്പുരാൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയോ. 1500 കൊല്ലത്തെ ചരിത്രമാണ് എൻ്റെ കർത്താവ് ഒരു ദിവസം കൊണ്ട് തിരുത്തുന്നത്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഒരു വിടുതൽ നിനക്കിന്ന് കിട്ടിയേ പറ്റൂ. ഇന്ന് നിനക്കൊരു സൗഖ്യം ഉണ്ടായേ പറ്റൂ. അതാണ് നിന്റെ സിറ്റുവേഷൻ എങ്കിൽ ഇന്നലത്തെ കുറവുകളോ വർഷങ്ങളുടെ പാരമ്പര്യമോ എൻ്റെ ദൈവത്തിന് വിഷയമല്ല. പൊടുന്നനവെ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ കരുത്തുള്ളവൻ ഇന്ന് രാത്രി ഈ സമാപന രാത്രിയിൽ ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ തട്ടി ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് കാര്യങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. എല്ലാവരും ചേർന്ന് കാര്യങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ എൻ്റെ ചിന്തയിലേക്ക് വരുന്നു. അങ്ങനെ 1500ഓളം വർഷത്തെ പാരമ്പര്യമാണ് കർത്താവ് ഒരു ദിവസം കൊണ്ട് തിരുത്തിയത്. എൻ്റെ ചിന്ത ഇതാണ്. ഇങ്ങനെ തിരുത്തിയിട്ട് യേശു ആ ശമരിക്കകത്തോടെ പോകുമ്പോൾ അവന് ദാഹിച്ചു. ഇല്ലേ? നമ്മുടെ ചിന്തയിലേക്ക് പോകുക. ദാഹിച്ചപ്പോൾ യേശു നിന്ന സ്ഥലം, അതാണ് ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗ വിഷയം. ഇന്ന് രാത്രിയിലെ ചിന്താ വിഷയം ഇതാണ്: യോസഫിന്റെ നിലവും യാക്കോബിന്റെ ഉറവയും. ഈ രാത്രിയിലുള്ള 1 മണിക്കൂർ കൊണ്ട് ഈ സാധനം തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും അറിയാവുന്നതുപോലെ മാക്സിമം ഈ കാര്യം ഒന്ന് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യോസഫിന്റെ നിലവും യാക്കോബിന്റെ ഉറവയും. ഇങ്ങോട്ട് നോക്കൂ. ദാഹിച്ചപ്പോ യേശു നിന്ന സ്ഥലം ആരുടെ സ്ഥലമാ? യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ യേശു എന്ത് ചെയ്തു? എത്തി. എൻ്റെ ചിന്ത തുടങ്ങുവാണേ. നമുക്കറിയാം ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഒരു നല്ല മനുഷ്യനാണ് യാക്കോബ്. അല്ലെ? നല്ല ബ്ലസ്സഡ് ആയിട്ടുള്ള മനുഷ്യൻ. അത്യാവശ്യം കളിപ്പീരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആക്കെ ഒരു കരച്ചിലിന്റെ സ്വഭാവമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് യാക്കോബ്. യാക്കോബിന്റെ മക്കൾ 13 പേരുണ്ട്. ഒറ്റ പെണ്ണേ ഉള്ളൂ, ദീന മോൾ. ബാക്കി 12 ആണുങ്ങളാണ്. അല്ലെ? 13 മക്കൾ. ഈ 13 മക്കളിൽ അപ്പൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മോൻ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? യോസഫ്. യോസഫിനെ അപ്പൻ സ്നേഹിച്ചെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എൻ്റെ ചിന്ത തുടങ്ങുവാണ്. യോസഫിനെ അപ്പൻ സ്നേഹിച്ചു. ശരിയാണ്.
ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല വേറെ കൂട്ടു സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ യോസേപ്പിന്റെ മറ്റ് സഹോദരങ്ങൾക്ക് ആർക്കും അപ്പൻ വസ്ത്രം തയ്പ്പിച്ച് കൊടുത്തതായിട്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ ആർക്ക് കൊടുത്തിട്ടുണ്ട്? യോസേപ്പിന് കൊടുത്തിട്ടുണ്ട്. 13 മക്കളിൽ അപ്പൻ വസ്ത്രം തയ്പ്പിച്ച് കൊടുത്തെന്ന് പറഞ്ഞിരിക്കുന്ന ഏക മകനാനേ ഉള്ളൂ, യോസേപ്പേ ഉള്ളൂ. അത് മാത്രമല്ല, യോസേപ്പ് വീട്ടിൽ നിൽക്കുമ്പോൾ യോസേപ്പിന്റെ സഹോദരങ്ങൾ മൊത്തം കാട്ടില്ല, എല്ലാവരും ആട് മേയ്ക്കാൻ പോയിരിക്കുക. എവിടാ? കാട്ടില്ല. എന്നാ കാരണം അറിയാമോ? അവരൊക്കെ ആട് മേയിച്ച് കറുത്ത് പടച്ച് പോയാലും വേണ്ടില്ല, നീ പോകണ്ട, നീ വെയിൽ കൊള്ളണ്ട. മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? അപ്പന് ഇഷ്ടമുള്ള, അപ്പൻ സ്നേഹിച്ച ഒരു മകനാണ് യോസേപ്പ്. വസ്ത്രം തയ്പ്പിച്ച് കൊടുത്തു യോസേപ്പിന്. യോസേപ്പ് എപ്പോഴും വീട്ടിൽ തന്നെയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അപ്പൻ യോസേഫിനെ സ്നേഹിച്ചെന്ന് പറയുന്ന അപ്പന്റെ സ്നേഹം നിഷ്കളങ്കമാണെങ്കിൽ വസ്തു വീതം വെക്കുമ്പോൾ കൊടുക്കേണ്ടത് നല്ല നിലമാണോ മോശമായ സ്ഥലമാണോ? ഹലോ, നമ്മൾ അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന പിള്ളേർക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ല സ്ഥലമായിരിക്കും, അല്ലാത്തവർക്ക് പാറ കെട്ടും. നാട്ടിലെ സിസ്റ്റമാണ്. സ്നേഹിക്കുന്നവർക്ക് ഏതെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടി കൊണ്ട് കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചിന്ത, യോസേഫ് എന്ന് പറയുന്ന ആളിനെ അപ്പൻ സ്നേഹിച്ചെങ്കിൽ കൊടുക്കേണ്ട സ്ഥലം ഏറ്റവും നല്ല സ്ഥലമാണ്. പക്ഷെ കൊടുത്തത് ശമര്യയിലാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്തോ പ്രത്യേകത, യഹൂദന്മാർക്ക് കാലു പോലും ചവിട്ടാൻ ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് ശമരിയ. അവിടെ കൊണ്ട് പ്രോപ്പർട്ടി കൊടുത്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ യാക്കോബേ ജീവിച്ചിരുന്ന സമയത്തൊക്കെ നല്ല കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ട് മരണസമയമായപ്പോൾ വസ്തു കൊടുത്തത് യഹൂദന്മാർക്ക് ചവിട്ടാൻ പോലും ഇഷ്ടമില്ലാത്ത സ്ഥലമാണല്ലോ, എന്താ അങ്ങനെ ചെയ്തേ? യാക്കോബിന്റെ മറുപടി, എന്റെ ഭാവനയില്ല പാസ്റ്ററെ, എന്റെ ചിന്ത അങ്ങനെ ആയിരുന്നില്ല. നല്ല പ്രോപ്പർട്ടി കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഉടയതമ്പുരാൻ പറഞ്ഞു, വല്ലതും യോസേപ്പിന് കൊടുക്കുന്നെങ്കിൽ ഇവൻ ശമരിയെ കൊടുത്താൽ മതി. ഇത് യാക്കോബിന്റെ തീരുമാനമല്ല, പിന്നെ ഉടയതമ്പുരാന്റെ തീരുമാനമാ. ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ മർമ്മങ്ങളുണ്ട്. എന്താണെന്നറിയാൻ വേണ്ടി ഒരിക്കൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ചോദിച്ചു, കർത്താവേ റീസൺ എന്തുവാ? ദൈവം പറഞ്ഞ റീസൺ മറ്റൊന്നുമല്ല, ഞാൻ കൊടുക്കാൻ പറയാനുള്ള ഒരു കാരണം, ഈ ശമരിയ എന്ന് പറയുന്ന സ്ഥലവും യോസേപ്പും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ചെറുതല്ല, നല്ല ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു, എന്തുവാ ബന്ധം? ബന്ധം മറ്റൊന്നുമല്ല, ഈ സ്ഥലത്തിന്റെ ഇന്നത്തെ പേര് ശമരിയ എന്നാണെങ്കിലും ഇതിന്റെ പഴയ പേര് ശമരിയ എന്നല്ല. ഓക്കെ, ഇതിന്റെ പണ്ടത്തെ പേര് ശേഖേം എന്നാ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴത്തെ പേര് ശമരിയ എന്നാണെങ്കിലും ഇതിന്റെ പഴയ പേര് ശേഖേം എന്ന. ശേഖേം എന്ന് പറയുന്ന സ്ഥലവും യോസേപ്പും തമ്മിൽ ഒരു കൊച്ചു ബന്ധമുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുവാ ബന്ധം? ബന്ധം മറ്റൊന്നുമല്ല, യോസേപ്പിന്റെ സഹോദരങ്ങൾ ആട് മേയ്ക്കാൻ പോയപ്പോൾ അവർക്ക് ആവശ്യമുള്ള ധാന്യങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് സഹോദരന്മാരെ യോസേപ്പ് കാണാൻ പോയ സ്ഥലമാണ് ശേഖേം, അതിനടുത്തുള്ള ദോതാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സഹോദരന്മാരുടെ വയറ് നിറയാൻ വീട്ടിൽ നിന്ന് സാധനം എടുത്തോണ്ട് പോയിട്ട് സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ട് ജീവിതത്തിൽ ആദ്യമായി യോസേപ്പ് പൊട്ടക്കുഴിയിൽ വീണ സ്ഥലമാണ് ശേഖേം. ജീവിതത്തിൽ ആദ്യമായി അപ്പം കൊടുത്ത വസ്ത്രം സഹോദരങ്ങൾ പറിച്ചു ഉരുങ്ങി കളഞ്ഞ സ്ഥലമാണ് ശേഖേം. അപ്പൻ കൊടുത്ത സ്നേഹത്തിന്റെ വസ്ത്രം പറിച്ചിട്ട് കയ്യിൽ വിലങ്ങ് വെച്ച് അവനെ വിറ്റ സ്ഥലമാണ് ശേഖേം. എന്നോടുണ്ടോ നിങ്ങൾ? ഒറ്റവാക്ക് പറഞ്ഞാൽ, യോസേപ്പ് എന്ന് പറയുന്ന സാധാരണക്കാരന്റെ തകർച്ച കണ്ട സ്ഥലമാണ് ശേഖേം. അതുകൊണ്ട് ദൈവം പറയുന്നു, എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നെങ്കിൽ അവന്റെ കണ്ണുനീര് വീണ മേഖല കൊടുത്തേ പറ്റൂ. കാരണം എവിടെ അവൻ ഒറ്റപ്പെട്ടോ അതിന്റെ നടുവിൽ എനിക്ക് അവനെ ഉയർത്തിയേ പറ്റുകയുള്ളൂ. മനസ്സിലാകുന്നവർ കാര്യങ്ങളെ ഉയർത്തി ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് രാത്രി കർത്താവ് ചെയ്യും. എനിക്കറിയാം, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എവിടെല്ലാമോ ചില ദൂതുകൾ സംസാരിക്കുന്നുണ്ട്. ഓ ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ആലോചന. നീ എവിടെയാണോ ഒറ്റപ്പെട്ടു പോയത്, എവിടെയാണോ നീ കണ്ണുനീരൊഴുക്കിയത്, എവിടെയാണോ നീ ഭാരപ്പെട്ടു പോയത്, ആ ഏറിയ മറന്നു പോകാതെ അതിന്റെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു തമ്പുരാനുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. യോസേപ്പ് എന്ന് പറയുന്ന സാധാരണക്കാരന്റെ തകർച്ച കണ്ട സ്ഥലമാണ് ശേഖേം, അതിനടുത്തുള്ള ദോതാൻ. അതുകൊണ്ട് സ്വർഗം പറയുന്നു, എന്തെങ്കിലും നീ അവന് കൊടുക്കുന്നെങ്കിൽ അവൻ ഒറ്റപ്പെട്ട മേഖല കൊടുക്കണം. എന്തിനാ? എവിടെ അവൻ ഒറ്റപ്പെട്ടോ അതിന്റെ നടുവിൽ എനിക്ക് അവനെ ഉയർത്തിയേ പറ്റൂ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. കാലിക്കറിയിലാണ് നീ നിരാശപ്പെട്ടതെങ്കിൽ നിന്നെ സ്വർഗം ഇതിനകത്ത് ഉയർത്തിയിരിക്കും. കാനഡയിലാണ് നീ ഒറ്റപ്പെട്ടതെങ്കിൽ സ്വർഗം നിന്നെ ഇവിടെ ഉയർത്തിയിരിക്കും. കുടുംബത്തിലാണ് നീ ഒറ്റപ്പെട്ടതെങ്കിൽ സ്വർഗം നിന്നെ അതിന്റെ നടുവിൽ ഉയർത്തിയിരിക്കും. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക.
വേഗം ഞാൻ മടങ്ങി വരുന്നു, വേഗം മടങ്ങി വരുന്നു. നമ്മുടെ ദൈവത്തിന്റെ ഒത്തിരി യോഗ്യത ഉള്ള ആളാണ് നമ്മുടെ ദൈവം. നിങ്ങൾക്കറിയാം, നമ്മുടെ ദൈവത്തിന്റെ യോഗ്യതകളിൽ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് അവൻ നമ്മുടെ ഇന്നലകൾ മറക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ നെടുവീർപ്പുകൾ മറക്കില്ല, നമ്മുടെ ശൂന്യതകൾ ആരും മറക്കത്തില്ല. ദൈവം മറക്കില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. നമ്മളതൊക്കെ മറന്നു പോകും. 10 പുത്തം കിട്ടുമ്പോൾ നമ്മുടെ പഴയ കാര്യം പറയാൻ നമുക്ക് ശങ്കയാ. പക്ഷേ ദൈവം ഒന്നും മറക്കത്തില്ല. എക്സാമ്പിൾ കേൾക്കണോ? എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞ യോസേഫ് ഉണ്ടല്ലോ, യോസേഫിന്റെ അപ്പന്റെ പേര് യാക്കോബ് എന്ന. അയാളെ അമ്മാച്ചന്റെ വീട്ടിൽ ചെന്നു ലാബാൻ. 21 കൊല്ലം ജോലി ചെയ്തു. ഓക്കെ, 21 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മാച്ചൻ അമ്മായപ്പനായിട്ട് മാറി. അയാൾക്ക് 2 പിള്ളേരുണ്ട്. 2നെയും യാക്കോബ് കല്യാണം കഴിച്ചു, ഇല്ലേ? എന്നിട്ട് ബഹുസമ്പന്നനായി വീട്ടിലോട്ട് മടങ്ങി വരുമ്പോൾ യാബോക്കിന്റെ കടവ്, ആ കടവ് കടക്കാൻ തുടങ്ങിയപ്പോൾ പണ്ടത്തെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഹലോ യാക്കോബേ, എവിടെ ആയിരുന്നു ഇത്രയും കാലം? പുള്ളി പറഞ്ഞു, അമ്മാച്ചന്റെ അടുത്തായിരുന്നു. അട്ട് എങ്ങോട്ടാ പോകുന്നേ? വീട്ടിലോട്ട് പോവാ. അയാൾ പറയാണ്, നോ പോവല്ലേ, നീ പണ്ട് കളിപ്പിച്ചിട്ട് പോയ നിന്റെ ചേട്ടൻ നിന്നെ കൊല്ലാൻ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഏശാവ് കൊല്ലാൻ വരുന്ന കാര്യം യാക്കോബ് പറഞ്ഞപ്പോ വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്തിന്? നീ എന്നെ എന്തോ ചെയ്യണമെന്ന്, അനുഗ്രഹിക്കണമെന്ന്. എന്നോട് വരുന്നുണ്ടോ നിങ്ങൾ? രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ദൂതൻ പറഞ്ഞു, ഉഷസ്തുതിക്കുന്നു, എന്നെ വിട്ടാട്ടെ, എന്നെ വിടോ. ദൂതൻ യാക്കോബിന്റെ മറുപടി, നിന്നെ വിടാൻ കുഴപ്പമില്ല, പക്ഷെ നീ എന്നെ എന്തോ ചെയ്യണം, അനുഗ്രഹിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, അനുഗ്രഹം കരഞ്ഞ് കാല് പിടിച്ചവൻ അനുഗ്രഹം മേടിച്ചു. അനുഗ്രഹം മേടിച്ചവൻ നേരം എടുത്തപ്പോ വീട്ടിൽ ചെന്നു. അനുഗ്രഹം കൊടുത്ത ദൂതൻ സ്വർഗത്തിൽ ചെന്നു. സിലിസൺ, അനുഗ്രഹം വാങ്ങിയവൻ വീട്ടിൽ ചെന്നു, അനുഗ്രഹം കൊടുത്തവൻ സ്വർഗത്തിൽ ചെന്നു. പക്ഷേ ഒരു ഏകദേശം 500 കൊല്ലം കഴിഞ്ഞപ്പോ ഇസ്രായേൽ മക്കൾ ആ യാബോക്കിന്റെ കടവിൽ കൂടെ യുദ്ധത്തിന് പോയപ്പോൾ യഹോവയാം ദൈവം അവരോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നറിയാമോ? നിങ്ങൾ യുദ്ധത്തിന് പോയിക്കോ, ഞാൻ നിങ്ങൾക്ക് ജയം തരാം. പക്ഷെ ഒരു കാര്യം, യുദ്ധം എത്ര കൊടുമ്പിരി കൊണ്ടാലും യാബോക്കിന്റെ കടവിൽ രക്തം ചൊരിയരുത്. പ്രൈസ് ദി ലോർഡ്. അവർ ചോദിച്ചു, എന്താ ചൊരിഞ്ഞാല്? ദൈവത്തിന്റെ മറുപടി, ചോരിയരുത്. എന്നാ? എന്റെ ഭക്തന്റെ കണ്ണുനീര് വീണ സ്ഥലമാണ് യാബോക്ക്. ഏകദേശം 500 കൊല്ലങ്ങൾക്ക് മുമ്പ് യാക്കോബിന്റെ കണ്ണുനീര് വീണ യാബോക്കിന്റെ കടവ് എന്റെ ദൈവം മറന്നിട്ടില്ലെങ്കിൽ, അവന്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ മനസ്സ് കലങ്ങിയ മേഖലയിൽ നിന്നെ ഉയർത്താൻ എന്റെ ദൈവത്തിന് കരുത്തുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ചേർന്ന് ശംഖാരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ഒരു വലിയ ദൈവ സാന്നിധ്യം. ഒറ്റ വാക്ക് പറഞ്ഞ, യോസേഫ് എന്ന് പറയുന്ന സാധാരണക്കാരന്റെ തകർച്ച കണ്ട സ്ഥലമാണ് ഷേഖേം. അതുകൊണ്ട് ദൈവം പറയുന്നു, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവൻ ഒറ്റപ്പെട്ട മേഖല കൊടുത്തേ പറ്റൂ. കാരണം എവിടെ അവൻ തകർന്നോ അവിടെ അവനെ എനിക്ക് ഉയർത്തിയേ പറ്റൂ. ഞാൻ ഈ ചിന്തയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. എനിക്ക് ഈ സ്വൽപ്പൂടെ ആഴത്തിലായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആത്മാവിനെ ഹേമിച്ച് പല സ്ഥലങ്ങളിൽ ഈ മെസ്സേജ് ഗൗരവമായിട്ട് പറയാൻ ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഈ വാക്യം തന്നെ പ്രസംഗം എടുക്കാൻ കാരണം, എനിക്ക് എൻ്റെ ഒരു സാക്ഷ്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. സാധാരണ ആ സാക്ഷ്യം ഞാൻ ഈ പ്രസംഗവുമായിട്ടാണ് ഒന്ന് അറ്റാച്ച് ചെയ്തേക്കുന്നത്. രക്തത്താൽ ജയം ഇതെടുക്കുമ്പോൾ എനിക്ക് അതൊന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്നെ പരിചയമില്ലല്ലോ, അപ്പോൾ ഒന്നുകൂടെ എൻ്റെ സാക്ഷ്യം കൂടെ ഒന്ന് തുടരണമെന്ന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഈ ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്തത്. ഞാൻ ഇതിൻ്റെ സ്വല്പം കൂടെ ആഴത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, യോസേഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ചരിത്രം ഈ ഭൂമിയിൽ നടന്നൊരു സംഭവമാണ്. ഇന്നേക്ക് ഏകദേശം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ഭൂമിയിൽ നടന്ന ഒരു സംഭവമാണ്, ഇല്ലേ? സംഭവമാണ്, നമുക്കെല്ലാം അറിയാം. അന്ന് ഈ വരുമാന മാർഗം ആൾക്കാർക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇന്നിപ്പം നമുക്ക് പല വരുമാന മാർഗമുണ്ട്. ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ട്, വാടക വാങ്ങുന്നവരുണ്ട്. നമുക്കിന്ന് സോഴ്സ് ഓഫ് ഇൻകം പല ടൈപ്പിലുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ടത്തെ ആൾക്കാർക്ക് വരുമാന മാർഗം എന്ന് പറയുന്നത് ആട് വളർത്തല, കന്നുകാലി വളർത്തല. അബ്രഹാമിന് ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നു. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന് ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നു. ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബിനും ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നു. ആട് വളർത്തലാണ് വരുമാന മാർഗം. ഇങ്ങോട്ട് നോക്കൂ. അതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർ വീട് വെക്കുമ്പോൾ 2 കാര്യമേ നോക്കൂ. എന്നറിയാമോ? 1 വെള്ളമുണ്ടോ, 2 പുല്ലുണ്ടോ. ഇത് മാത്രമേ നോക്കൂ. ഹല്ലേലൂയ. നമ്മൾ അങ്ങനല്ല. നമ്മൾ നാട്ടിൽ വീട് വെക്കുമ്പോൾ പല കാര്യങ്ങൾ നോക്കും. നമ്മളൊക്കെ വീട് വെക്കുമ്പോൾ പല കാര്യങ്ങൾ നോക്കി വീട് വെക്കും. 1, ആദ്യം റോഡുണ്ടോ നോക്കും, ഇല്ലേ? സ്ഥലമൊക്കെ വരാം, സാധനം വരാം, റോഡുണ്ടോ നോക്കും. നിങ്ങൾക്ക് അതിൻ്റെ കാര്യമില്ല. ഞങ്ങൾ പക്ഷെ റോഡുണ്ടോ നോക്കിയേ വെക്കത്തുള്ളൂ. രക്തം ചെയ്യും. റോഡുണ്ടോ എന്ന് നോക്കും. 2, വെള്ളം കിട്ടുമോ നോക്കും. മനസ്സിലാക്കുന്നുണ്ടോ? 3, അടുത്ത ഹോസ്പിറ്റലോ അടുത്ത സ്കൂളോ ഒക്കെ ഉണ്ടോ നോക്കും. പ്രൈസലോ. 4, തൊട്ടടുത്ത് ചർച്ച് വല്ലോ ഉണ്ടോ എന്നൊക്കെ നോക്കും. പോകാനൊന്നുമല്ല, ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം. മനസ്സിലാകുന്നു? കാരണം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ പോകാനൊന്നുമല്ല. ഇനി അത്യാവശ്യം വന്നാൽ പോകാം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ
ലിസൺ, ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ നോക്കി ഞങ്ങൾ നാട്ടിൽ വീട് വെക്കാറുള്ളൂ. പക്ഷേ ഇവരങ്ങനല്ല. ഇവരാകെ 2 കാര്യമേ നോക്കൂ. എന്നറിയാമോ? 1 വെള്ളമുണ്ടോ, 2 പുല്ലുണ്ടോ എന്ന് നോക്കൂ. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ ശണ്ട ഉണ്ടാക്കിയപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഈ ലോത്ത് എങ്ങോട്ടാ പോയേ? ലോത്ത് വലത്തോട്ടും പോയില്ല, ഇടത്തോട്ടും പോയില്ല. ആകെ കൊടുത്ത ഓപ്ഷൻ 2 എണ്ണമാ. നീ ഒന്നെങ്കിൽ വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട്. മനസ്സിലാകുന്നുണ്ടോ? കൊടുത്ത ഓപ്ഷൻ 2 എണ്ണമാ. ഒന്നെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. പക്ഷെ പുള്ളി പോയതോ ഈ 2 അല്ല. പിന്നെ എങ്ങോട്ടാ? പുള്ളി തല പൊക്കി നോക്കിയപ്പോൾ യോർദാന്റെ പ്രദേശങ്ങൾ നീരോട്ടമുള്ളതായിട്ട് കണ്ടു. അങ്ങോട്ടാ പോയെ. അതിന് കാരണം എന്നെ ആട് വളർത്തലാണ്, കന്നുകാലിയാണ്. വെള്ളം ഉണ്ടല്ലേ രക്ഷപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് അവിടെ നിന്ന് ഒരു ദൂതനെ കേൾക്കുന്നവരോട് പറയാൻ ഒരു ആഗ്രഹമുണ്ട്. എന്നറിയാമോ? വിശുദ്ധ ബൈബിൾ പറയുന്നു ലോത്ത് പോയത് വെള്ളമുള്ളിടത്തോട്ടാണെന്നാണ്. ലോത്ത് നീരോട്ടമുള്ളിടത്തോട്ട് പോയി ബൈബിൾ പറയുന്നു. അപ്പൊ ലോത്ത് നീരോട്ടമുള്ള സ്ഥലത്തോട്ടാണ് പോയതെന്ന് ബൈബിൾ പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അബ്രഹാം പോയ സ്ഥലത്തോട്ട് വെള്ളമില്ല. മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാം പോയ സ്ഥലം അത്ര നീരോട്ടമുള്ള സ്ഥലമല്ല. നിങ്ങൾക്കറിയാമോ, വെള്ളം നോക്കി പോയവന്റെ കുടുംബം ഇസ്രായേലിൽ ചെരിപ്പഴിഞ്ഞവന്റെ കുടുംബം പോലെ ആയപ്പോ വെള്ളമില്ലാതെ വാഗ്ദത്തം നോക്കി പോയവന്റെ കുടുംബത്തെ സ്വർഗ്ഗം ഒന്ന് ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, വാഗ്ദത്തമുള്ളവന് കാലാവസ്ഥ വിഷയമല്ല, വാഗ്ദത്തമുള്ളവന് സാഹചര്യം വിഷയമല്ല. വിശ്വസിക്കുന്നവർക്കാരെങ്കിലും ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഞാൻ വേഗം മുമ്പോട്ട് വരുന്നു. ഒറ്റ വാക്ക് പറഞ്ഞാൽ അന്നത്തെ വരുമാനമാകും ആട് വളർത്തലാണ്. ഇവിടുത്തെ ചരിത്രം ഇതാണ്. യാക്കോബിന്റെ പിള്ളേർ ആട് മേയ്ക്കാൻ വേണ്ടി പോയി എവിടാന്നറിയത്തില്ല. സിസ്റ്റം ചരിത്രം ഇങ്ങനെയാണ്. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ആട് മേയ്ക്കാൻ വേണ്ടി ഒരു പുൽപ്പുറത്തെല്ലാം തീറ്റ കൊടുക്കും, എന്നിട്ട് അടുത്ത പുൽപ്പുറത്തേക്ക് പോകും, തീറ്റ കൊടുക്കും, എന്നിട്ട് അടുത്ത പുൽപ്പുറം. ഇങ്ങനെ പുൽപ്പുറം തപ്പി പൊക്കോണ്ടിരിക്കും. ഏകദേശം ഒരാൾ ആട് മേയ്ക്കാൻ പോയാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും കഴിയാതെ മടങ്ങി വരത്തില്ല. കാരണം മറ്റൊന്നുമല്ല, വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ട്? ഇന്നത്തെ പോലെ സ്കൂളോ പരിപാടിയൊന്നുമില്ല. ആട് വളർത്തലാണ് പരിപാടി. ഇനിയും ഈ പോകുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്നത്തെ പോലെ ഒരു സാധനവും പണ്ടില്ല. മനസ്സിലാകുന്നുണ്ട്? ഇന്നിപ്പോ എന്തെല്ലാം സാധനങ്ങളാ, എല്ലാ സാധനങ്ങളും ഇന്നുണ്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യമാണെന്ന് അറിയാം, നമുക്ക് നെറ്റും സാധനങ്ങളും ഉണ്ട്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ദുബായിലെ ഒരു ചർച്ചയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. താക്കർപ്പം മെസ്സേജ്, ഒരു സഹോദരി ഷാള് താത്തിട്ടിട്ട് തലകുലിക്കൊണ്ടിരിക്കുക. ഞാൻ ഓർത്ത് മിക്കവാറും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും ഓർത്ത്. 10 മിനിറ്റായി, 15 മിനിറ്റായി, അരമണിക്കൂറായി, ഈ പുള്ളിക്കാർ മാറുന്നില്ല. എന്താ ഒന്ന് നോക്കിയപ്പോഴാ മനസ്സിലായേ, ഷാള് താത്തിട്ടിട്ട് SMS അയച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ട്? സാധനം ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ഈ വക സാധനങ്ങളൊന്നുമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ചെന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവർ വന്ന് പറയണം. അതാണ് മാർഗം. ഇവിടുത്തെ ചരിത്രം പിള്ളേർ പോയിട്ട് കുറച്ച് നാളായി, എവിടാന്ന് അറിയത്തില്ല. ഒരു ദിവസം രാവിലെ അപ്പൻ യോസഫിനെ വിളിച്ചു പറഞ്ഞു, മോനെ നീ ചെന്ന് സഹോദരന്മാരുടെ ക്ഷേമം ഒന്ന് അറിയണം. ഓക്കെ, ആടുകൾ സുഖമാണോ എന്ന് ഒന്ന് അറിയണം. സഹോദരന്മാർ മാത്രമാണോ സുഖം, അതോ ആടുകൾക്കും സുഖം തന്നെയാണോ എന്ന് നീ ഒന്ന് അറിയണം. ഇന്ന് പോയി അവരെ ഒന്ന് കാണണം. എൻ്റെ ഭാവനയാണ്, അപ്പൻ ഈ ഡ്യൂട്ടി, ഈ ദൗത്യം യോസേപ്പിനോട് പറഞ്ഞിട്ട് അപ്പൻ ഇങ്ങനെ അകത്തോട്ട് കയറിയപ്പോ യോസേപ്പ് എൻ്റെ ഭാവനയിൽ കാല് പറിച്ച് 2 ചാട്ടമാ. എന്നാന്നറിയാമോ? അവന്റെ കൂടെ ഒരുമിച്ചുറങ്ങിയ ആളാ രൂപൻ, മൂത്ത ചേട്ടൻ. കണ്ടിട്ടിപ്പോൾ 6 മാസമായി. മനസ്സിലാകുന്നുണ്ടോ? ശിമയോനെ കണ്ടിട്ടിപ്പോൾ 6 മാസമായി. ഇവരെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും പോകാൻ നിവർത്തിയില്ല. ഇന്നത്തെ പോലല്ല. പണ്ട് വീട് വിട്ടു പോകണമെങ്കിൽ അപ്പൻ പറഞ്ഞേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? അന്ന് അങ്ങനെ പോകാൻ പറ്റൂ. ഇന്ന് കൃപയാൽ പിള്ളേരി പോയിട്ട് വന്നാൽ പോലും അപ്പൻ അറിയത്തില്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇവരുടെ അകത്തൊരു ആവശ്യം, സന്തോഷവും, ചെന്നൊന്ന് കാണാമല്ലോ, എൻ്റെ കൂടെ നിങ്ങൾ വന്നേ പറ്റൂ കേട്ടോ. ഹല്ലേലൂയ. ഈ സന്തോഷം കൊണ്ട് ഇവൻ ഓടി ചെന്നത് അടുക്കളയിലോട്ടാ. അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ദാസിദാസന്മാർ ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്കറിയാമോ, പണ്ട് കാലത്തെ വിശ്വാസികൾ യഹൂദന്മാർ മഹാസമ്പന്നന്മാരായിരുന്നു. പണ്ടത്തെ ആൾക്കാർ ഭയങ്കര സമ്പന്നന്മാരായിരുന്നു. ഒരു കൊച്ചു എവിഡൻസ് ഞാൻ പറയാം. അബ്രഹാമിന്റെ വീട്ടിൽ 318 അഭ്യാസികൾ ഉണ്ടായിരുന്നു. അല്ലേ? എത്ര പേരായിരുന്നു? അബ്രഹാമിന്റെ വീട്ടിൽ 318 അഭ്യാസികൾ മാത്രം ഉണ്ടായിരുന്നു. വേലക്കാരി വേറെ, അഭ്യാസികൾ മാത്രം. ആ പുള്ളി എന്നെ സമ്പന്നല്ലാതറിയാമോ? കാരണം 318 പേർക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കൊടുക്കണമെങ്കിൽ ചെറിയ പൈസ വല്ല മതിയോ വെച്ചാ രക്തത്താല് ചെയ്യാൻ. മനസ്സിലാകുന്നുണ്ടോ? അയാളുടെ സമ്പത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു 3 പാസ്റ്റർമാരെ താമസിപ്പിക്കണം 1 മാസം. രക്തത്താല് ജയം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ടല്ലോ ഇവിടെ, ഞാൻ അങ്ങോട്ട് വിടുക. 318 അഭ്യാസികൾ. വേറെ ആൾക്കാർ ബഹു സമ്പന്നനായിരുന്നു. അല്ലേ തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. 3 പേര് വീട്ടിൽ വന്നപ്പോൾ 3 പേർക്ക് വേണ്ടി ഒരു കന്നുകാലിയെ തട്ടണമെങ്കിൽ സമ്പത്തുണ്ടല്ലേ പറ്റൂ. രക്തത്താല് ജയം. മനസ്സിലാകുന്ന എത്ര ദൈവമക്കളുണ്ട്? ചേർന്ന കരങ്ങൾ ഉയർത്തി ഒരു ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറ.
അപ്പൊ ഇങ്ങനെ ആടുകളെ ഇവരിങ്ങനെ ആട് മേച്ച് പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇവന്റെ അകത്ത് ഇവരെ കാണണമെന്നുള്ള ആഗ്രഹം. ഇവര് ഓടി ചെന്നപ്പോൾ ദാസിമാരിങ്ങനെ ജോലി ചെയ്യുന്നു. അവർ ചോദിച്ചു, എന്തുവാടാ നിന്റെ മുഖത്ത് ഇന്ന് വലിയ സന്തോഷം, ഇതുവരെ കാണാത്തൊരു സന്തോഷം ഇന്നുണ്ടല്ലോ. അന്നേരം അവൻ പറഞ്ഞു, ആൻറ്റി പപ്പ പറഞ്ഞു ചേട്ടന്മാരെ കാണാൻ പൊക്കോളാൻ പറഞ്ഞു, അതിന്റെ സന്തോഷമാണ്. പിന്നെ ആൻറ്റി എനിക്കൊരു ഉപകാരം ചെയ്യണം, ഞാൻ അവരെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ആൻറ്റി ഒന്ന് പറയണം. വീട്ടിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർക്ക് സഹോദരന്മാരുടെ ഇഷ്ട ഫുഡ് ഭക്ഷണം അറിയാം, മനസ്സിലാകുന്നുണ്ടോ? അച്ചായൻ ചൂടായിട്ട് വരുമ്പോൾ എന്തോ കൊടുത്താൽ പുള്ളി ഒതുങ്ങും, എന്ത് കൊടുത്താൽ പുള്ളി ചൂടാം, സഹോദരിമാർക്ക് അറിയാം. അപ്പോൾ ഇവരിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓരോരുത്തരുടെയും ഇഷ്ട വിഭവങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സഹോദരിമാരെ പറഞ്ഞു കൊടുത്തു. എൻ്റെ ഭാവനയിൽ ഞാൻ പറയാം, രൂപേൻ അത്തിയടയും പാൽക്കട്ടയും, രൂപേൻ ഇഷ്ടമുള്ളതാ. ശിമയോൻ മുന്തിരിയടയും തേനും, മനസ്സിലാക്കുന്നുണ്ടോ? ലേവി അവലും മലരും. ചുരുക്കം പറഞ്ഞാൽ ഈ 10 പേരുടെ ഇഷ്ടം വീട്ടിൽ വേല ചെയ്യുന്നവർ പറഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ കുറിച്ച് വെക്കുക. അത്തിയടയും തേൻകട്ടിയും പാലും മലരും ഇതെല്ലാം കുറിച്ച് വെച്ചിട്ട് ഇവൻ ഇതുകൊണ്ട് നേരെ കലവറയ്ക്കകത്തോട്ട് കയറുക. കലവറ സാധനം വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വാൾമാട്ടിൽ പോകുന്ന പോലെ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ വാരി കൂട്ടുക. ആർക്ക് വേണ്ടിയത്? രൂപേന് വേണ്ടത്, ശിമയോന് വേണ്ടത്, യഹൂദയ്ക്ക് ഇങ്ങനെ വാരി കൂട്ടുക. മനസ്സിലാകുന്നുണ്ടോ? ഇവന്റെ അകത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സഹോദരന്മാരുടെ വയറ് നിറയണം. ഹല്ലേലൂയ. എനിക്ക് അവിടെ നിന്നൊരു ദൂത് പറയാനുണ്ട്. സഹോദരന്മാരുടെ വയറ് നിറയണമെന്ന് യോസേപ്പിന്റെ അകത്ത് ആഗ്രഹം വരുമ്പോ യോസേപ്പിന്റെ പ്രായം എത്രയെന്നറിയാമോ? 17 വയസ്സ്, വെറും 17 വയസ്സ്. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് പുള്ളിക്കാരൻ മേജറായിട്ടില്ല, മൈനറാ. മനസ്സിലാകുന്നുണ്ടോ? 17 വയസ്സുകാരന്റെ ആഗ്രഹം ആ സഹോദരന്മാരുടെ വയറ് നിറയണമെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ, 55 കഴിഞ്ഞിട്ടും ഇതുവരെ നമ്മുടെ അകത്ത് ആഗ്രഹം വന്നിട്ടില്ല. ഇപ്പോഴും ഇങ്ങോട്ട് പോരട്ടെ എന്നാ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. കരം ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ. എങ്ങോട്ട് നോക്കൂ, ഇവന്റെ ആഗ്രഹം അവരുടെ വയറെന്ന് പറയണം. ലിസൺ, ഇവന്റെ ഇതെല്ലാം വാരിക്കൂട്ടി. എന്റെ ഭാവനയാണ്, വാരി കൂട്ടിയപ്പോഴാണ് മനസ്സിലായി തൂക്കം കൂടുതലാ. എക്സസ് കൊടുത്താലും വേണ്ടില്ല, ഡ്യൂട്ടി അടിച്ചാലും വേണ്ടില്ല, ഈ സാധനം കൊണ്ട് കൊടുക്കുക. അവരുടെ വയറ് നിറയുക. കാരണം 6 മാസമായിട്ട് കഴിക്കുന്നത് വെള്ളമാ, കുടിക്കുന്നത് പാലാ. സ്വോത്രം കാട്ടുകിഴങ്ങാ കഴിക്കുന്നത്. നല്ല ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹം. എന്റെ ഭാവനയിലാണ് ഇതെല്ലാം കൂടെ ഈ മനുഷ്യൻ ചുമന്നെടുത്തോണ്ട് പോയ സ്ഥലത്തിന്റെ പേരാണ് ശേഖേം, അതിനടുത്തുള്ള ദോതാൻ. മനസ്സിലാകുന്നുണ്ടോ? കൊണ്ട കൊടുക്കുമ്പോ യോസേപ്പിന്റെ അകത്തുള്ള ചിന്ത ഇതാണ്, ഈ അത്തിയട കൊണ്ട കൊടുക്കുമ്പോ രൂപേൻ എന്നെ കെട്ടിപ്പിടിക്കും, ശിമയോൻ വന്നെന്നെ ചുംബിക്കും, ലേവി ഒരു കാര്യം പറയും, നീ നടന്നും അടുത്ത് വന്നതല്ലേ, അതുകൊണ്ട് നീ കഴിച്ചിട്ട് മതി ഞങ്ങൾക്ക്, നീ ആദ്യം കഴിക്ക് എന്നൊക്കെ സഹോദരന്മാർ പറയുമെന്ന് ഓർത്താണ് ഈ സാധനം ചുംബിക്കൊണ്ട് യോസേപ്പ് അവിടെ ചെന്നത്. പക്ഷെ ചെന്നപ്പോ സംഭവിച്ച കാര്യം നിങ്ങൾക്കറിയാം. കെട്ടിപ്പിടിക്കുമെന്നോർത്ത് രൂപേനുണ്ടല്ലോ കൊണ്ടുപോയ സാധനങ്ങൾ വാങ്ങി താഴെ വെച്ചിട്ട് ആദ്യമായി യോസേപ്പിന്റെ മുഖത്തിനിട്ട് അടിച്ച സ്ഥലമാണ് ശേഖേം. ഒരൊറ്റ തള്ളിയിട്ട് ശിമയോൻ എന്ന് പറയുന്ന ചേട്ടൻ പൊട്ടക്കുഴിക്കകത്തിട്ട സ്ഥലമാണ് ശേഖേം. 20 വെള്ളിക്കാശിന് ലേവി പറഞ്ഞൊപ്പിച്ച് കയ്യിൽ വിലങ്ങ് വെച്ച് വിറ്റുകളഞ്ഞ സ്ഥലമാണ് ശേഖേം. അതുകൊണ്ട് സ്വർഗം പറയുന്നു, ഒരു കണ്ണിനും ദയ തോന്നാതെ പോയ ശേഖേമിൽ എനിക്ക് അവനെ ഉയർത്തിയേ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം ആരോടോ ശക്തമായി ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് ആത്മാവിൽ ബോധ്യമുണ്ട്. നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, നിന്നെ നിന്ദിച്ച സഹോദരങ്ങളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു കരം ഇന്ന് രാത്രി ആലയത്തിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. സമയം പോകുന്നു, ഞാൻ വേഗം മുമ്പോട്ട് പോകുന്നു. ഒറ്റ വാക്കിൽ എവിടെ പരാജയപ്പെട്ടോ അവിടെ അവനെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്യുന്നു. ഇനി കേൾക്കണേ, യോസേപ്പ് എന്ന് പറയുന്ന സാധാരണക്കാരനെ ആഹാരം കൊണ്ടുപോയവനെ അവന്റെ സഹോദരങ്ങൾ ഒരു നായെ തല്ലുന്ന പോലെ എന്ത് ചെയ്തു? ശേഖേമിൽ ദോതാനിലിട്ട് തല്ലി. ദൈവത്തിന്റെ മനസ്സിലെ പ്ലാൻ എന്തായിരിക്കും? തല്ലട്ടെന്നായിരിക്കുമോ? ഹലോ, ദൈവം പറയാം രണ്ടെണ്ണം എന്ത് ചെയ്യട്ടെ? നമ്മളാണെ പറഞ്ഞത്, നമ്മൾ പുറമേ ചിരിക്കുമെങ്കിലും അകത്തെ ചിന്ത 2 കൊല്ലട്ടെ എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ ദൈവം അങ്ങനാണോ? അല്ല. അടിയുടെ റീസൺ അന്വേഷിച്ചു. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? അടിയുടെ റീസൺ അന്വേഷിച്ചപ്പോഴാണ് ദൈവത്തിന് മനസ്സിലായത്, സത്യത്തിൽ സഹോദരങ്ങൾ ഇവനെ തല്ലാൻ കാരണം ഇവൻ പാര വെച്ചത് കൊണ്ടല്ല. ഓക്കെ, യോസേപ്പ് പാര വെച്ചത് കൊണ്ടോ സഹോദരന്മാരുടെ വസ്തുവക യോസേപ്പ് അടിച്ചു മാറ്റിയത് കൊണ്ടോ അല്ല. പിന്നെ ഇവരടിക്കാൻ കാരണം കുടുംബക്കാർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു സ്വപ്നം ഞാൻ ആർക്ക് കൊടുത്തു?
യോസഫിന് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അത് രൂപയിൽ ഞാൻ കൊടുത്തിട്ടില്ല, അത് ഷിംയോൻ ഞാൻ കൊടുത്തിട്ടില്ല, അത് ഞാൻ ലേവിക്ക് കൊടുത്തിട്ടില്ല, അത് ഞാൻ നഫ്താലിക്ക് കൊടുത്തിട്ടില്ല. ഈ കുടുംബക്കാർക്ക് ആർക്കും കൊടുക്കാത്തൊരു സ്വപ്നം ഞാൻ യോസഫിന് കൊടുത്തു. ആ സ്വപ്നത്തിന്റെ പേരിലാണ് ഈ അടി. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് ദൈവം പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ കൊടുത്ത സ്വപ്നത്തിന്റെ പേരിൽ ഇവൻ അടി മേടിക്കുന്നെങ്കിൽ ഏത് കാരണത്താൽ അടി മേടിക്കുന്നോ അതേ കാരണത്താൽ ഞാൻ അവനെ ഉയർത്താൻ പോവുകയാണ്. ഇങ്ങോട്ട് നോക്കേ. സ്വപ്നം കാരണം അടി മേടിച്ചവനെ സ്വപ്നം കൊണ്ട് സ്വർഗം ഉയർത്തിയെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഹലോ, യോസേഫ് മന്ത്രിയായെന്നാണ് ബൈബിൾ പറയുന്നത്. യോസേഫ് മന്ത്രിയായെന്നാണ് ചരിത്രം പറയുന്നത്. യോസേഫ് മന്ത്രിയായത് ആരുടെയും റെക്കമെൻഡേഷൻ കത്ത് കൊണ്ടല്ല. യോസേഫ് മന്ത്രിയായത് ആരുടെയും സ്പോൺസർ ലെറ്റർ കൊണ്ടല്ല. പിന്നെ വിശുദ്ധ ബൈബിൾ പറയുന്നു യോസേഫ് മന്ത്രിയായത് സ്വപ്നങ്ങൾ കൊണ്ടാ. എത്രയെന്നറിയാമോ? 3 സ്വപ്നം. ഹല്ലേലൂയ. 6 സ്വപ്നം കൊടുത്തു, 3 ഗുണപ്പെട്ടില്ല. 3 ഗുണപ്പെട്ടുള്ളൂ. ഒറ്റ വാക്ക് പറഞ്ഞാൽ സ്വപ്നം കൊണ്ട് അടി വാങ്ങിയവനെ സ്വപ്നം കൊണ്ട് മന്ത്രിയാക്കിയ ഒരു തമ്പുരാനുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്വപ്നത്തിന്റെ പേര് ഈ പുള്ളിക്കാരൻ അടി മേടിച്ചെങ്കിൽ 3 സ്വപ്നം കൊണ്ട് യോസഫിനെ ദൈവം തമ്പുരാൻ ഉയർത്തി. 6 സ്വപ്നം കൊടുത്ത് 3 ഗുണപ്പെട്ടില്ല. എന്നോട് വന്നേ, ഒരു സ്വപ്നം യോസഫിന്, 2ാമത്തെ സ്വപ്നം പാനപാത്രവാഹകന്, 3ാമത്തെ സ്വപ്നം ഫറവോന്. ലിസൺ, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഒന്ന് യോസഫ് കണ്ടു, മറ്റൊന്ന് പാനപാത്രവാഹകൻ കണ്ടു, 3 ഫറവോ കണ്ടു. 3 പേര് 3 സ്ഥലത്ത് വെച്ച് 3 സ്വപ്നം കണ്ടപ്പോ കുടിലി കിടന്നവൻ കൊട്ടാരത്തിൽ കയറി. ഹല്ലേലൂയ പറ. മനസ്സിലാകുന്നവർക്കായി കർത്താവിന് സ്തോത്രം. എനിക്ക് ഇന്ന് രാത്രി പറയാനൊരു ദൂതുണ്ട്. ഇതൊക്കെ എന്നെ സ്പർശിച്ച കാര്യങ്ങളാണ്. പറയാനൊരു ദൂതുണ്ട്, എന്നെ തൊട്ട കാര്യമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ഒരാളെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ സ്വപ്നത്തിനകത്തോടെയും ഒരുത്തിനെ ഉയർത്താൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ദൂത് വിശ്വസിക്കുന്നുണ്ട്? അവന് മാത്രം ആ കരങ്ങളെ അടിച്ച് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കാം. അവന് മാത്രം ആ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ മുമ്പോട്ട് വരുന്നേ, ഈ ദൂത് നിങ്ങളുടെ മുമ്പാകിടുക. ഒരാളെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ ദൈവത്തിന് ഒത്തിരി സമയമൊന്നും ഇവിടെ ഉണ്ടോ? നിങ്ങൾ വേണ്ട. 430 കൊല്ലത്തെ അടിമത്തം മാറിയത് ഒറ്റ രാത്രി കൊണ്ടാ. ഹലോ, 430 കൊല്ലത്തെ അടിമത്തം പൊട്ടിയത് ഒറ്റ രാത്രി കൊണ്ടാ. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഇനി കേക്ക്, വിശുദ്ധ ബൈബിൾ 3-4 എക്സാമ്പിൾ ഞാൻ പറയാം. വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് 38 വർഷം പഴക്കമുള്ള ഒരു രോഗിയെ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമായി. എത്ര മണിക്കൂർ കൊണ്ട്? ഹലോ, എത്ര മണിക്കൂറുണ്ട്? അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, ആമേൻ 38 കൊല്ലം ഒരു കുളത്തിന്റെ കര കിടക്കുവാണ് ഈ മനുഷ്യൻ. അവിടെ പറയുന്ന വാക്യം, അതാത് സമയത്ത് ദൂതം വന്ന് പറഞ്ഞു. മിണ്ടുന്നില്ല നിങ്ങൾ? ദൂതം വന്ന് ഈ കുളത്തിലെ വെള്ളം എന്ത് ചെയ്യും? കലക്കും. ആദ്യം ആര് ചാടുന്നു അവൻ എന്ത് ചെയ്യും? അച്ഛാ, 38 കൊല്ലവും ദൂതം വന്നു. ഈ വെള്ളം പുള്ളി 38 കൊല്ലവും കലക്കി. മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി പേര് സൗഖ്യമാ, ഇയാൾക്ക് മാത്രം സൗഖ്യമായിട്ടില്ല. യേശുവിന്റെ ചോദ്യം, മനസ്സുണ്ടോ? അയാൾ പറഞ്ഞു മനസ്സുണ്ട്. എന്നാ പിന്നെ വെള്ളം കലങ്ങണ്ട, ദൂതം വരണ്ട, നീ അങ്ങ് എഴുന്നേറ്റാ മതി. ആമേൻ. എഴുന്നേൽക്ക എന്ന് പറയാൻ എത്ര സമയം വേണ്ടി വന്നു? അത്രയും സമയം മതിയായിരുന്നു ഒരുത്തന്റെ ചരിത്രം മാറ്റാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എവിടെല്ലാമോ ആരെയൊക്കെയോ തൊടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സെക്കൻഡ് കൊണ്ട് ചരിത്രം മാറ്റുന്ന തമ്പുരാന്റെ കരം ഇന്ന് രാത്രി നിന്റെ മേൽ സ്വർഗം അയക്കാൻ തുടങ്ങുക. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ തട്ടി ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ഒരാളെ ഉയർത്താൻ പ്ലാൻ ചെയ്താൽ ദൈവത്തിന് ഒത്തിരി സമയം വേണ്ട. 38 കൊല്ലത്തെ രോഗിയെ 1 സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കി. 18 കൊല്ലത്തെ കൂനിയെ 1 സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കി. 12 കൊല്ലത്തെ രോഗിയെ 1 സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കി. ശ്രോത്രം, 400 കൊല്ലത്തെ അടിമത്തം 1 ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിടുവിച്ചു. അർത്ഥം, നീ അവൈലബിൾ ആണെങ്കിൽ നിന്നെ ഉയർത്താൻ കർത്താവിന് ഒത്തിരി സമയം വേണ്ട. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ഇതൊക്കെ പറയുമ്പോൾ എന്റെ അകത്ത് വീര്യം കൂടും. ഇത് പറയുമ്പോൾ എന്റെ അകത്ത് വീര്യം കൂടും. ദൈവം പ്ലാൻ ചെയ്താൽ ദൈവത്തിന് ഒത്തിരി സമയങ്ങൾ വേണ്ട. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ തട്ടി ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ, നിന്റെ ലൈഫിലും അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം വിശ്വസ്തൻ.
ഹല്ലേലൂയ. എന്നോട് നിങ്ങളുണ്ടോ? ഹല്ലേലൂയ. ഈ രാത്രി മടങ്ങി പോകുമ്പോൾ ഒരു സമാപന മെസ്സേജ് ആയിട്ട് പറയുമ്പോൾ ഇത് കുറിച്ച് വെച്ചോണം. നിന്നെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ ദൈവത്തിന് ഒത്തിരി സമയങ്ങൾ വേണ്ട. സെക്കൻഡ് കൊണ്ട് ചരിത്രം മാറ്റുന്നവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് അഡ്രസ് മാറ്റാൻ കരുത്തുള്ളവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ ഭാരം മാറ്റാൻ കഴിയുന്നവർ, നിന്റെ വേദന മാറ്റാൻ കഴിയുന്നവൻ, നിന്റെ ശൂന്യത മാറ്റാൻ കഴിയുന്നവർ, നിന്റെ ഇല്ലായ്മകൾ മാറ്റാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ആ കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ ഒന്നുകൂടെ സ്തോത്രം പറയും. ഞാൻ മുമ്പോട്ട് വന്ന സമയം പോകുന്നല്ലോ. ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ കർത്താവിന് ഒത്തിരി സമയമൊന്നും വേണ്ട. ഇനി രണ്ട്, ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ നമ്മൾ ഐഡിയയും പറയണ്ട. കർത്താവിൻ്റെ പക്കൽ എന്തോ ഉണ്ട്? ഐഡിയയും ഉണ്ട്. ഈ ബൈബിളൊക്കെ പഠിച്ചാൽ ദൈവത്തിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് ഐഡിയയുടെ കലവറയാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത തന്ത്രങ്ങൾ കർത്താവിനുണ്ട്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഒത്തിരി ഒത്തിരി ഐഡിയാസ് പറയാനുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൽ സമയം പോയി, ഞാൻ ഇരിക്കാൻ തുടങ്ങുക. പക്ഷെ ഇരിക്കുന്നതിന് മുമ്പ് ഈ മെസ്സേജ് കേട്ട പ്രിയപ്പെട്ടവരോട് എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. യേശുവിനെ പറ്റി നിന്നെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ ദൈവത്തിന്റെ മക്കൾ വഴികൾ ഇഷ്ടം പോലെയുണ്ട്. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ തട്ടി ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ലോക ചരിത്രത്തിൽ സ്വപ്നം കൊണ്ടൊരുത്തൻ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ അത് യോസേപ്പ് മാത്രമേ ഉള്ളൂ. ഒരു ഒറ്റ തോട്ടൂടെ പറഞ്ഞിട്ട് ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ തോട്ടൂടെ. യോസേപ്പിന്റെ വസ്ത്രം സഹോദരങ്ങൾ വലിച്ച് പറിച്ച് രക്തത്തിൽ മുക്കി. ദൈവത്തിന് സഹിക്കുമോ? ദൈവം അപ്പം കൊടുത്ത വസ്ത്രമല്ലയോ? ഇവര് പിടിച്ച് രക്തത്തിൽ മുക്കി ഊരിക്കളഞ്ഞു. കർത്താവിന് സഹിച്ചില്ല. ദൈവം പറഞ്ഞു, ഊരാൻ പറ്റിയ വസ്ത്രമായതുകൊണ്ടല്ലേ, ആർക്ക് ഊരാവുന്ന വസ്ത്രമായതുകൊണ്ടല്ലേ, അതുകൊണ്ട് ഇനി ഒറ്റ ഒരു മനുഷ്യന് ഊരാൻ കഴിയാത്തൊരു വസ്ത്രം ഞാൻ യോസേപ്പിന് കൊടുക്കാൻ പോവാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തമ്പുരാൻ കൊടുത്ത വസ്ത്രം ഉൾപ്പെടെ യോസേപ്പിന്റെ പുരുഷപ്രായത്തിൽ യോസേപ്പ് ധരിച്ച വസ്ത്രം 4 എണ്ണമാ. ഒന്ന്, അപ്പം കൊടുത്ത നിലയെങ്കി സഹോദരന്മാർ ഊരിക്കളഞ്ഞു. സഹോദരന്മാർ കൊടുത്ത അടിമ വസ്ത്രം പോത്തിപ്പേരുടെ ഭാര്യ ഊരിക്കളഞ്ഞു. 3, പോത്തിപ്പേർ കൊടുത്ത കാരാഗ്രഹത്തിന്റെ വസ്ത്രം അത് രാജാവ് ഊരിക്കളഞ്ഞു. എന്നിട്ടോ രാജാവ് കൊടുത്തു ഒരു രാജകീയ വസ്ത്രം. അതിട്ടോണ്ടാ പുള്ളി മരിച്ചേ. എന്ന് പറഞ്ഞാൽ അപ്പം തന്നാൽ സഹോദരന്മാർ കൊണ്ടുപോകും, സഹോദരന്മാർ തന്നാൽ ലോകം കൊണ്ടുപോകും, ലോകം തന്നാൽ രാജാവ് കൊണ്ടുപോകും. എന്നിട്ട് രാജാവ് ഒരെണ്ണം തന്നാൽ പിന്നെ അത് അഴിക്കാൻ അധികാരം ഉലകത്തിലാർക്കുമില്ല. ഇന്ന് രാത്രി അത് നിങ്ങളുടെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് എഴുന്നേൽക്കാം. എവരിബഡി സ്റ്റാൻഡ്. എന്റെ പ്രസംഗം തീർന്നിട്ടല്ല, സമയം തീർന്നു. കുറേയേറെ കാര്യം ഇന്ന് രാത്രി പറയാൻ ആഗ്രഹമുണ്ട്. അല്പ നിമിഷങ്ങൾ ആ കണ്ണുകൾ നടക്കാമോ? അല്പ നിമിഷങ്ങൾ ആ കണ്ണ് നടച്ചാട്ടെ. ഇനി ബുദ്ധിമുട്ടില്ലാത്ത ദൈവമക്കൾ ആ കാര്യങ്ങളെ ഒന്ന് അടിച്ചാട്ടെ. ഇന്ന് രാത്രി ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ, സൗഖ്യമാക്കാൻ ദൈവം പ്ലാൻ ചെയ്താൽ, ഈ രാത്രി നിന്നെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ ദൈവത്തിന് സമയം വേണ്ടേ? എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നീ തകർക്കപ്പെട്ടത്, എവിടെയാണോ നീ ഭാരപ്പെട്ടത്, അതിന്റെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു തമ്പുരാനുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി, ഹല്ലേലൂയ, കരങ്ങളെ തട്ടി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിച്ചാട്ടെ. ഈ നൂലേക്കെടുത്താട്ടെ. ഹല്ലേലൂയ. ഈ രാത്രി നമ്മെ സമ്പൂർണ്ണമായി കർത്താവിന്റെ കരുത്തിൽ സമർപ്പിക്കാം. ഇന്ന് രാത്രി കേട്ട കൊച്ചു മെസ്സേജിന്റെ മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന്, 1500 കൊല്ലത്തെ പാരമ്പര്യമാണ് കർത്താവ് ഒരു ദിവസം കൊണ്ട് തിരുത്തിയത്. സെക്കൻഡുകൾ കൊണ്ടൊരുത്തിന്റെ ചരിത്രം മാറ്റാൻ കരുത്തുള്ളവൻ, ഉയർത്താൻ പ്ലാൻ ചെയ്ത ഉലകത്തിലെ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ഐഡിയയുടെ കലവറയുള്ളവൻ, അവൻ സഹോദരങ്ങൾ ഊരിക്കളഞ്ഞാൽ ആർക്കും മൂരാൻ കഴിയാത്ത വസ്ത്രം ധരിപ്പിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു നിമിഷം എല്ലാ കനവളച്ചാൽ ഈ കൺവെൻഷന്റെ 3ാമത് രാത്രിയിൽ ഒരു വലിയ വിടുതൽ നിന്റെ മേൽ സ്വർഗം അയക്കുകയാണ്. ഒരു വലിയ സൗഖ്യം നിന്റെ മേൽ സ്വർഗം അയക്കുകയാണ്. ഒരു വലിയ ജയം നിന്റെ മേൽ സ്വർഗം അയക്കുകയാണ്. ഒരു നിമിഷം എല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട കൊച്ചു പ്രസംഗത്തിന്റെ മുമ്പിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ
യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് രാത്രി മെസ്സേജ് കേട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നു കർത്താവേ. കഴിഞ്ഞ 3 ദിവസമായി ഈ ജനത്തോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഈ ജനത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗം ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം. ആത്മീയ അധികാരത്തെ പറ്റി, ദൈവരാജ്യ പ്രവേശനത്തെ പറ്റി, ഭൗതിക നന്മകളെ പറ്റി ഈ 3 ദിവസമായി നിന്റെ മക്കളോട് വചനം പറയുവാൻ സ്വർഗം ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വാത്സല്യ സഭയെ, ബഹുമാനിയ സോണി പാസ്റ്ററെ കുടുംബത്തെ, അവരുടെ മറ്റു പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പട്ടണത്തിലെ ബഹുമാനിയായിട്ടുള്ള ദൈവദാസന്മാരെ, സഭകളെ, വിശ്വാസികളെ, സകലരെയും ഇന്ന് രാത്രി ഞങ്ങളുടെ മനസ്സു തുറന്ന് അനുഗ്രഹിക്കുകയാണ്. വിപ്ലവകരമായ വിടുതൽ സ്വർഗം പകരണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആ കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറയാമോ? ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. 1 മിനിറ്റ് ഇരുന്നാട്ടെ പ്ലീസ്, 1 മിനിറ്റ് ഇരുന്നാട്ടെ.